ചെങ്കടലിൽ വെച്ച് അബദ്ധത്തിൽ സ്വയം വെടിവെച്ചിട്ടതാണെന്ന് അമേരിക്ക പറഞ്ഞ അവരുടെ യുദ്ധവിമാനം തകർത്തത് ഹൂതികൾ. ഹൂതികളുടെ നേതാവ് യഹ്യ സരിയയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ തുറന്നു പറഞ്ഞത്. ഹൂതികൾ അമേരിക്കയുടെ യുദ്ധവിമാനത്തെ തകർത്തെന്ന് പറയാനുള്ള നാണക്കേട് ഭയന്നാണ് അമേരിക്ക സ്വയം തങ്ങളുടെ വിമാനം വെടിവെച്ചിട്ടതാണെന്ന് കള്ളം പറയുന്നതെന്ന് ഹൂതികൾ പറയുന്നു. അമേരിക്കയുടെ F-18 എന്ന യുദ്ധവിമാനമാണ് തകർക്കപ്പെട്ടത്. ഹൂതികളുടെ ആക്രമണത്തെ ചെറുക്കാൻ US ഡിസ്ട്രോയറുകൾ ശ്രമിക്കുന്നതിനിടെയാണ് വിമാനം തകർക്കപ്പെട്ടത്. ചില പ്രാദേശിക മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലാണ് USS ഹാരി എസ് ട്രൂമാൻ. അതിനു നേരെയുണ്ടായ ആക്രമണത്തെ ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് F-18 എന്ന അമേരിക്കയുടെ യുദ്ധവിമാനത്തിന് വെടിയേൽക്കുന്നത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമന്റെ തലസ്ഥാനമാണ് സന. ഇവിടെ അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തിയതാണ് ഇപ്പോൾ അമേരിക്കയുടെ നേർക്കുള്ള ഹൂതികളുടെ ആക്രമണത്തിന് കാരണം. അവർ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിനെയും യുദ്ധവിമാനങ്ങളെയും ലക്ഷ്യമിടുകയും ചെയ്യുന്നു. എന്നാൽ USS ഹാരി എസ് ട്രൂമാൻ എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയരുകയായിരുന്ന F-18 എന്ന യുദ്ധവിമാനത്തിൽ അബദ്ധത്തിൽ വെടിയേൽക്കുകയായിരുന്നു എന്നാണ് അമേരിക്ക പുറത്തുവിട്ട വിവരം. കൂടാതെ വിമാനത്തിൽ ഉണ്ടായിരുന്ന 2 പൈലറ്റ്മാരെയും മറ്റൊരാളെയും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയെന്നും അമേരിക്ക പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ വിശദാംശങ്ങൾ ഒന്നും ലഭ്യമല്ല. ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ വാദത്തെക്കാൾ വിശ്വസനീയം ഹൂതികളുടെ ആക്രമണമാണ് വിമാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നതാണ്. പല യുദ്ധവിദഗ്ധരും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. നിരവധി ആയുധ യുദ്ധവിമാനങ്ങൾ വഹിക്കുന്നതാണ് അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ. അതീവ സുരക്ഷാ വലയമാണ് ഈ കപ്പലിന് ഒരുക്കുന്നത്. ഇന്ന് ആ യുദ്ധക്കപ്പലിന് മുകളിൽ വെച്ച് ഹൂതികൾ കപ്പലിന് സുരക്ഷയൊരുക്കുന്ന ഒരു യുദ്ധവിമാനം തകർത്തു എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ലജ്ജാവഹമാണ്. ഹൂതികളുടെ യുദ്ധത്തിലെ മുന്നേറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഒരു യുദ്ധവിമാനത്തെ ആക്രമിക്കുമ്പോൾ അവർ ആ യുദ്ധവാഹിനി കപ്പലിന് വളരെ അടുത്തു തന്നെ എത്തിയെന്നതാണ് യാഥാർത്ഥ്യം. ഒരു കപ്പൽ തന്നെ നശിപ്പിക്കുന്നതിന് അവർക്ക് പ്രയാസമില്ല. മുമ്പൊരിക്കൽ എബ്രഹാം ലിങ്കൺ എന്ന മറ്റൊരു വിമാനവാഹിനി കപ്പൽ ഇവരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണ്. ആ ആക്രമണത്തിനായി നിരവധി മിസൈലുകളും ഡ്രോണുകളും ഹൂതികൾ ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ നവംബർ 12-ന് ചെങ്കടലിൽ വെച്ചാണ് ഈ വിമാനവാഹിനി കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. പക്ഷേ അന്നും ഈ ആക്രമണത്തെക്കുറിച്ച് അമേരിക്ക പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ബാബൽ മണ്ടേബ് കടലിടുക്ക് കടന്ന 2 അമേരിക്കൻ ഡിസ്ട്രോയറുകൾക്ക് നേരെ ഹൂതി ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തിയിരുന്നതായി അമേരിക്ക സമ്മതിച്ചു. അമേരിക്കൻ യുദ്ധവാഹിനി കപ്പലുകളെയാണ് കൂടുതലായും ഹൂതികൾ ഉന്നം വയ്ക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് നൽകുന്ന പ്രതിസന്ധി ചെറുതല്ല. ഹൂതികളുടെ ശക്തി ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഇത് അമേരിക്കയ്ക്ക് മേൽ വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. ഹൂതികൾ നിരന്തരം അമേരിക്കയ്ക്ക് ഒരു തലവേദനയായി മാറുകയാണ്. അവരുടെ ഡ്രോണുകളെ വീഴ്ത്താൻ അമേരിക്കയ്ക്ക് 1 ദശലക്ഷത്തിലധികം മിസൈലുകൾ അയക്കേണ്ടി വന്നു. ഇത് ഹൂതികളുടെ ശക്തി തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഹൂതികൾക്ക് ഓരോ ദിവസവും മിസൈൽ കഴിവുകൾ കൂടി വരികയാണെന്നും ഒരു മിസൈൽ വിദഗ്ധൻ എന്ന നിലയിൽ അതിൽ താൻ അത്ഭുതപ്പെട്ടുപോയി എന്നും അമേരിക്കൻ അക്വിസിഷൻ ആൻഡ് സസ്റ്റെയിൻമെന്റ് അണ്ടർ സെക്രട്ടറിയായ ബിൽ ലാപ്ലാൻഡ് തുറന്നു പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ് അമേരിക്ക. എന്നാൽ അമേരിക്കയ്ക്ക് ഹൂതികളുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ അടിപതറേണ്ടി വരുന്നത് അവരുടെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതം കൂടിയാണ്.